അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം പ്രമുഖ നേതാക്കൾക്ക് വിജയ് രൂപാണിക്ക് അന്തിമോപചാരം അർപ്പിക്കാം. രാജ്കോട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശരത് ലാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ശരത് ലാൽ, വിജയ് രൂപാണിക്ക് ഏത് രീതിയിലാണ് നാട് അന്തിമോപചാരം നൽകിയത്? എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക? സ്വാതി, ഇന്നു രാവിലെ 11:30 വിജയ രൂപാണിയുടെ ഭൗതിക ശരീരം സിവിൽ ആശുപത്രിയിൽ നിന്ന് ഔദ്യോഗിക ബഹുമതികളുടെ രാജ്കോട്ടിലേക്ക് കൊണ്ടുപോയത്. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ബന്ധുക്കളും കൂടി ചേർന്നാണ് ഈ മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഉടനത്തെ അലങ്കരിച്ച പുഷ്പാലങ്കൃതമായ ആംബുലൻസിൽ നേരെ തന്നെ ചെറിയൊരു വിലാപയാത്രയായി നേരെ തന്നെ രാജ്കോട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അഹമ്മദാബാദ് വിമാനത്താവളത്തിലെത്തുകയായിരുന്നു. ജൂൺ 12-ന് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്ത അതേ കൗണ്ടറിലൂടെ തന്നെ ആണ് ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ ജീവസത്ത നിലയിൽ രാജ്കോട്ടിലേക്ക് വിമാനമാർഗം പോയിരിക്കുന്നത്. രാജ്കോട്ടിൽ എത്തിക്കുന്ന ഭൗതിക ശരീരം അവിടെ നിന്ന് വിലാപയാത്രയായി ഗ്രീൻഫീൽഡിലെത്തിയും അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിൽ അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം പൊതുദർശനമുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കും. 6 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നവർ. ഏതായാലും ഗുജറാത്ത് മുഖ്യമന്ത്രി മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗുജറാത്ത് സർക്കാരിൻ്റെ വിവിധ മന്ത്രിമാരും അതേപോലെ BJP നേതാക്കളും രാജ്കോട്ടിലേക്ക് വിമാനമാർഗം പോയി കഴിഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ ഈ രാജ്കോട്ടിൽ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം എത്തും. അവിടെ വെച്ചായിരിക്കും അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ അന്തിമ ഉപചാരം അർപ്പിക്കുക. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനത്തിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ചടങ്ങുകളിൽ എത്താൻ കഴിഞ്ഞില്ല. നേരത്തെ അഹമ്മദാബാദിലെത്തിയ അദ്ദേഹം വിജയ് രൂപാണിയുടെ ഭാര്യ അടക്കമുള്ള കുടുംബാംഗങ്ങളുമായി അനുശോചനം പങ്കിട്ടിരുന്നു. ഏതായാലും ഇന്ന് വളരെ നേരത്തെ, അതായത് 12-ന് ചേട്ടൻ ഇന്ന് ഇത്ര ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വിജയ് രൂപാണിയുടെ DNA തിരിച്ചറിഞ്ഞത്. അതിനുശേഷം DNA മാച്ച് ലഭിച്ചത്. അതിനുശേഷമായിരുന്നു ഈ സർക്കാർ ഔദ്യോഗികമായി ദുഃഖാചരണം പ്രഖ്യാപിച്ചത്. സ്വാതി. ശരി ശരത് ലാൽ, എന്തായാലും വിജയ് രൂപാണിക്ക് നാട് അന്തിമ ഉപചാരം വിട നൽകുകയാണ്. പ്രമുഖ നേതാക്കളെല്ലാം അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കാനായി എത്തിച്ചേരുകയും ചെയ്യും. രാജ്കോട്ടിലാണ് സംസ്കാര ചടങ്ങുകളും നടക്കുക. നമുക്ക്